ലോകത്തിന്റെ വ്യർത്ഥത ഗ്രഹിക്കുവാനായി
ഇവരുടെ മനോദയങ്ങളെയും പ്രകാശിപ്പിക്കണമേ. മനോഹരമായ സകല പ്രവൃത്തികളും വെടിഞ്ഞ് ഇവൾ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനിടയാകണമേ. കർത്താവ് എന്നെ നയിക്കുന്നു, എനിക്ക് യാതൊന്നും കുറവുണ്ടാകുകയില്ല. അവന്റെ പുഷ്ടിയുള്ള സ്ഥലങ്ങളിൽ വസിപ്പിക്കുന്നു. എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ഭക്തിയുമായ ദിവ്യജ്ഞാനത്താൽ ഏർപ്പെടുത്തി തന്റെ ആത്മീക ജഗത്തെ ശുദ്ധീകരിച്ച് അവർ നൽകിയ സത്യ പ്രകാശമായി വരും. മാമോദിസായുടെ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലപ്പെടുന്നു. സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തന്റെ വിശുദ്ധ കൽപ്പനകളെ ക്ഷണിക്കുകയും ആധ്യാത്മികമാലയത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷയുടെ ജലപ്രവാഹത്തിലേക്കും ജീവന്റെ ഉറവിലേക്കും ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുറിച്ച് വെളിപ്പുള്ളതായി ഹൃദയത്തിൽ നിന്ന് ദുഷ്ടനായി കഴിയുന്നത് ജീവപ്രദമായ ശബ്ദത്താൽ പ്രസംഗിക്കുകയും ചെയ്തു. നിങ്ങളുടെ ദൈവമായ വിഷയാനപരാധി സ്വസപരിശുദ്ധനായി ജീവന്റെ മുദ്ര പ്രാപിക്കുവാൻ അടുത്ത് വന്നിരിക്കുന്ന ഈ ദാസിയെ നിന്നെ ആലയിൽ ഇവിടെ പ്രവേശിപ്പിച്ച് നിന്നെ യാചനത്തിലൂടെ എണ്ണണമേ. തിരുമുഖശോഭ ഇവിടെ പ്രതിബിംബിപ്പിക്കണമേ. ഇവിടെ നിന്നെ ജനന പുത്രനാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിനെ ഇവിടെ നീ യോഗ്യയാക്കണമേ. പഴയ മനുഷ്യനെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു കളയണമേ. നാശമില്ലായ്മയുടെ പുസ്തകം ഇവിടെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ ശുഭമായ അന്ത്യത്തിനും ക്രൈസ്തവ പരിപൂർണതയ്ക്കും യോഗ്യനായി തീരുവാൻ ഇവിടെ നല്ലവണ്ണം പരിപാലിച്ച് പൂർണ്ണ പ്രായത്തിൽ എത്തിക്കണമേ. ഞങ്ങളും ഇവിടെ പരിശുദ്ധാത്മാവിൽ ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും പ്രാപിക്കുന്നതാകട്ടെ.
വിഗ്രഹാരാധനയുടെ സകല അവശേഷവും ഇവിടെ നിന്നും അകറ്റണമേ. വീണ്ടും തനകമാകുന്ന സ്നാനത്തിന് നടക്കുകയാകുവാൻ വേണ്ടി ഞങ്ങളുടെ കർത്താവിന്റെയും രക്ഷകരമായ യേശുമിശിഹായ എന്നതിന്റെ ഏകജാതൻ മുഖാന്തരം പാപം ഭാരത്തിന് എവിടെ യോഗ്യനാക്കണമേ. അവനോടുകൂടെ നടക്കുന്നതിന്റെ പരിശുദ്ധാത്മാവും സ്തുതി ബഹുമാനവും ആധിപത്യം ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും യോഗ്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജാസ്മിൻ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും
നാസീനായ ഞാൻ വിശുദ്ധന്മാരായ പ്രശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, പിതാക്കന്മാർ എന്നിവരും കൂടി ദൈവികമായി ഈ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉദ്ദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാസീനായ ഞാൻ വിശുദ്ധന്മാരായ പ്രശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവികമായി ഈ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉദ്ദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാമോദിസ നൽകുന്ന നാസീനായ ഞാൻ വിശുദ്ധന്മാരായ പ്രശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്നേഹിതന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവികമായി ഈ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉദ്ദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്നേഹമുള്ള നമുക്ക് ഇതിനുവേണ്ടി നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറയാം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നാശമില്ലായ്മയുടെ
ആധ്യാത്മിക വസ്ത്രവും പാപത്തിൽ നിന്നുള്ള മോചനം വരുത്തിടുവാൻ കൃപ നൽകണമേ. സ്വർഗത്തിൽ ഇരയന്മാർ സന്തോഷിക്കുന്നു. മൺമേർ ക്ഷണിക്കുന്നു. മേലും നൽകിയും മറുപടി അറിയുകയും അവൻ ലഭ്യമനുസരിച്ച് കടകളുടെ പരിഹാരത്തിനായി മാമോദിസ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, കൃപാകടാക്ഷമുണ്ടായി ഈ വെള്ളത്തെ ശുദ്ധീകരിക്കണമേ. നീ മുഖേനയും നിന്നോട് കൂടി എന്റെ പിതാവിനോട് അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. കർത്താവേ, ബലഹീനരും പാപികളുമായ നിരദാസരായ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു, പറയുന്നു. പ്രതാപത്തോടുകൂടി ഇറങ്ങി മാമോദീസായുടെ വെള്ളത്തിന്മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും കർത്താവേ, എന്നോട്
സൗഖ്യത്തിന്റെയും ആനന്ദത്തിന്റെയും നിത്യയും ദൈവപുത്രന്റെയും മരണത്തെയും ഉയർപ്പിനെയും ദൃഷ്ടാന്തീകരിക്കുന്ന ജലവും ശുദ്ധീകരണത്തിന്റെ ജലവുമാക്കി തീർക്കണമേ. ശരീരങ്ങളുടെ മാലിന്യം നീക്കിക്കളയുന്നതും ബന്ധനങ്ങൾ അടിക്കുന്നതും വിലകൾ മോചിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായ വെള്ളമാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിനുള്ള സ്നാനവും പുത്രസ്വീകാരത്തിന്റെ നൽവരവും നാശമില്ലായ്മയുടെ വസ്ത്രവും പരിശുദ്ധാത്മാവിനുള്ള നവീകരണവും ആക്കി തീർക്കണമേ. ദൈവമേ, വെള്ളം നിന്നെ കണ്ടു, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്മീതെ മഹത്വത്തിൽ മഹത്വമുള്ള വെള്ളം ഇടപെടുകി. കർത്താവ് വെള്ളത്തിന്മീതെ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. മനുഷ്യൻ നവീകരിക്കപ്പെടുവാൻ മാമോദീസായുടെയും വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ ഞങ്ങൾ വിശുദ്ധപൂർവ്വം അടിക്കുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധരൂഹായുടെ നാമത്തിലും നീ പരമേൽപ്പിച്ചാൽ നിന്നെ നിന്റെ നന്മകളിൽ സംരക്ഷിക്കുവാൻ ദയാകണമേ. ഞങ്ങളും ഇവിടും നിനക്ക് ഏകനാകുന്ന പരിശുദ്ധാത്മാവിൽ ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ജനനത്താൽ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി ദിവ്യ സ്നാനമായി തീരുവാൻ വേണ്ടി ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും ജീവനപുത്രന്റെ നാമത്തിലും ജീവനപരിശുദ്ധരൂഹായുടെ നാമത്തിലും ജീവന്റെയും പാവമോചനത്തിന്റെയും പ്രത്യാശയിൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെ നാമത്തിൽ ജാസ്ലിൻ നിത്യജീവനായി മാമോദീസ മുക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധരൂഹായുടെ നാമത്തിലും
കുഞ്ഞിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിലവരങ്ങൾ കൊണ്ട് നിറയുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവേ, മാമോദീസ മുഖാന്തരം ലഭിച്ച വിശ്വാസത്താൽ നിന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ ദാസീന്റെ തിരുനാമത്തിൽ ഈ വിശുദ്ധ മുദ്രയും അടയാളവും സ്വീകരിക്കുവാൻ ഇടയാകണമേ. മുഴുവൻ പരിമളാസനയാകുന്ന ഇവിടെ ആധ്യാത്മികമായ സുഖത്താൽ പ്രതികൂല സൈന്യങ്ങൾക്ക് മതിയാകുന്നത് ഇനിമേലുകൾ ദുഷ്പ്രഭുക്കളായ വിശാലികളെയും അന്ധകാര ശക്തികളെയും ഭയപ്പെടാതിരിക്കട്ടെ. എന്റെ പ്രകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നതിനും പ്രകാശത്തിന്റെ മുദ്രയായി തീരുന്നതിനും പിന്നിൽ ജീവിച്ചതിന്റെ മക്കൾ വന്ന് ചേരുന്നതിനും ഇടയായി തീരട്ടെ. വിശ്വാസത്തിന്റെ മുദ്രയോടെയാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണതയുമായ വിശുദ്ധ മൂലം കൊണ്ട് എല്ലാവരുടെയും പുത്രന്റെയും ജീവന പരിശുദ്ധമായ നാമത്തിൽ നിന്റെ ജീവനിലേക്ക് ജാസ്മിൻ മുദ്രവത്തപ്പെടുന്നു. നിന്റെ ഹൃദയം ബലം പ്രാപിച്ച് വൃഷ്ടിപ്പെടട്ടെ. ഒരു ജ്യോതിർഗോളം പോലെ നീ ലോകത്തിൽ വിളങ്ങട്ടെ. പരിശുദ്ധാത്മാമുഖാന്തരം സ്വർഗീയ ശക്തി കൊണ്ട് നീ ബലം പ്രാപിക്കട്ടെ. വഞ്ചനാപരമായ മായ മോഹങ്ങളാൽ നാശം സംഭവിച്ച നമ്മുടെ പഴയ മനുഷ്യനെ നീ വരുത്തിന് അവനിൽ നിന്ന് പിന്തിരിയുക. അതുപോലെ വിശ്വാസികളുമായി ഇടപെടുമ്പോൾ ജീവന്റെ പദത്തെ അവലംബിക്കുക. പരിപാലിക്കുന്നതും വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ പുതിയ ജീവനിലേക്ക് ധൃതിയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ധരിച്ചുകൊള്ളുക. മിശിഹായുടെ കൃപാനുസരണം അവനോടുകൂടെ വാഴുന്നതിന് നീ യോഗ്യനാക്കിയതിന്റെ പ്രീതികരവും അനുയോജ്യവുമായി തീരണമേ. Amen.
പരിഹാരപ്രദമായ മാമോദീസായെന്ന് നീ കൈക്കൊണ്ട് പരിശുദ്ധ കൃപിക്കും ഞങ്ങൾ നിങ്ങളെയും ഫലമേൽക്കുകയും ഈ സമയത്ത് സമാധാനത്തോടു കൂടെ പോകുക. നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ എല്ലാവർക്കും സ്നേഹങ്ങളെന്ന് ക്രമീകരിച്ചുകൊണ്ട് എല്ലാവരും അത് പഠിച്ച ശേഷമേ എല്ലാവരും തിരികെ പോകാവുള്ളൂ എന്നുള്ള കാര്യം